ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോകൾ പറയാം. ഇത് മാരുതി സുസുക്കി ഒമിനിയാണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല, ബ്രേക്ക് പെഡൽ താഴെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞത്. ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പെഡൽ താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽ താഴോട്ട് പോയിട്ട് ബ്രേക്ക് നിൽക്കാത്ത ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ബാക്കിൽ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണ്ടീഷൻ നോക്കാം. അതുപോലെ നമുക്ക് ഇതിന്റെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവൽ ഒന്ന് നോക്കാം. നമ്മളിപ്പോ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കാനായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ശകലം പോലും ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിനകത്ത് ഇല്ല. നോക്കിയാലേ മനസ്സിലാവും, ഫുള്ളായിട്ട് തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ചാവി ഓൺ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലൈറ്റ് കാണിക്കുമ്പോൾ ഇത് ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആയി കിടക്കുന്ന ലൈറ്റ് ആണ് ഈ കാണുന്നത് രണ്ടാമത്തെ ലൈറ്റ്. അപ്പൊ അതും വകവെക്കാതെ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രേക്ക് ആ ലൈറ്റ് ശ്രദ്ധിച്ചില്ല, പക്ഷെ വണ്ടി ഓടിച്ച് ബ്രേക്ക് പോകുന്നിടം വരെ, അതായത് ബ്രേക്ക് പെഡലിൽ താഴെ പോകുന്നിടം വരെ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെവലിന് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ഈ നേരത്തെ നമ്മൾ കണ്ട ആ ലൈറ്റ് കത്തും. അപ്പൊ ആ ടൈമിൽ തന്നെ നമ്മൾ നോക്കുക എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. നമ്മൾ വണ്ടി ലോങ് ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിലും വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബ്രേക്ക് പെട്ടെന്ന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടം തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കിലെ ആ ലൈനറിന്റെ അവസ്ഥ ഇപ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ അവസ്ഥ. ലൈനർ ഒരു ശകലം പോലും ലൈനർ ഇതിൽ ഇല്ല. ഫുള്ള് വെള്ളം കയറിയിട്ട് തുരുമ്പ് ഒഴിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റ് തുരുമ്പ്, അതുപോലെ തന്നെ വീൽ സിലിണ്ടർ സ്റ്റക്ക്, ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ വെള്ളം കയറിയിട്ട് തുരുമ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും തുരുമ്പ് പിടിച്ചിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത്. പക്ഷേ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ എവിടെയാണ് നിൽക്കുന്നത് നോക്ക്, ഇങ്ങോട്ട് വലിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് വന്നിട്ട് ഈ ഭാഗത്തായിട്ട് വന്ന് നിൽക്കേണ്ടതാണ്. ഇതിനെ അപേക്ഷിച്ചിട്ട് ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ വരെയും സ്റ്റക്കായിട്ട് പോയിരിക്കുകയാണ്. മീൻസ് വെള്ളം കയറിയിട്ട് അങ്ങനെ കിടന്നിട്ട് പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പിന്നെ അങ്ങനെ സ്റ്റക്കായിട്ട് ബ്രേക്ക് ജാമായിട്ട് ആണ് ഈ ലൈനർ ഇങ്ങനെ തീരാനുള്ള അവസ്ഥ. അതായത് ശകലം പോലും ബ്ലേഡ് പോലെ ലൈനർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഡ്രമ്മിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് തുരുമ്പ് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ബ്രേക്ക് ഒരു 10,000 കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 15,000 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് ബ്രേക്ക് 4 ഒന്ന് അഴിച്ച് സർവീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് ബ്രേക്ക് പോകുമ്പോൾ നമുക്ക് അപകടത്തിലേക്കൊക്കെ അത് പോയെന്ന് വരാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ചെളി കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലെ അവസ്ഥ നോക്കാം. വണ്ടിയുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡ് വരുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന് വീൽ സിലിണ്ടറിന് ലീക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വീൽ സിലിണ്ടർ ലീക്ക് ആയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ ഇത് ബ്രേക്ക് ഫ്ലൂയിഡും അതുപോലെ തന്നെ പൊടിയും അഴുക്കും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു അഴുക്ക് പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആയതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ലൈനർ ബ്ലേഡ് പോലെ ഏകദേശം ഇത്രയ്ക്ക് കട്ടി വരേണ്ടതാണ് ലൈനറിന്. ആ ലൈനർ ബ്ലേഡ് പോലെ വന്നിരിക്കുകയാണ്. വെള്ളം കയറിയിട്ട് ഫുൾ അഴുക്ക് പിടിച്ചിട്ട് ഈ സൈഡിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. മീൻസ് ആ സൈഡ് നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ സൈഡിലെ വീൽ സിലിണ്ടർ സ്റ്റക്കും ഈ സൈഡിലെ വീൽ സിലിണ്ടർ ലീക്കുമാണ്. ഈ സൈഡിലെ വീൽ സിലിണ്ടർ ലീക്ക് ആയതുകൊണ്ടാണ് ആ ഫ്ലൂയിഡ് അത്രയും കുറയാനുള്ള കാരണം. അപ്പോൾ ഇതിന് ഹാൻഡ് ബ്രേക്കിന് വേറെ സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മീൻസ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ലിവർ നേരെ സ്ട്രെയിറ്റ് ആണ്. നമ്മൾ ഇത് ഹാൻഡ് ബ്രേക്കിന്റെ ലിവറാണ്. ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ താത്തിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് താത്ത് വെക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കും. പക്ഷെ അപ്പുറത്ത് നോക്കുമ്പോൾ ഈ ഒരു പോർഷനിലാണ് അത് നിൽക്കുന്നത്. മീൻസ് അതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലിവറിന്റെ ഭാഗത്ത് സ്റ്റക്കാണ്. മീൻസ് ആ തുരുമ്പ് കാണുമ്പോൾ നമുക്ക് മിക്കവാറും ഈ ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും സ്റ്റക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ലൈനർ മാറണം, അതുപോലെ തന്നെ വീൽ സിലിണ്ടർ മാറണം. അതുപോലെ തന്നെ ഇതിന്റെ ഡ്രമ്മ് നോക്കാം. ഫുള്ള് ബ്രേക്ക് ഫ്ലൂയിഡ് വീണിട്ട് ആ മണ്ണും അഴുക്കും എല്ലാം കൂടെ ഒരു കുഴ പരുവത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് വേണം ഇനി ഇടാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രമ്മ് കയറ്റിയിട്ട് പിന്നെ ഡ്രമ്മ് ഊരാൻ നോക്കുന്ന സമയത്ത് ഈ ഡ്രമ്മ് നമുക്ക് കറക്റ്റായിട്ട് ഊരി വരില്ല. ലൈനറിന്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശരിക്കും വണ്ടി ഓടിക്കാതിരിക്കുക, കറക്റ്റായിട്ട് തന്നെ ഇടവേളകളിൽ ബ്രേക്ക് ക്ലീൻ ചെയ്ത് വിടുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ, അതായത് മഴയിലൂടെയൊക്കെ പോകുമ്പോൾ ചില സമയത്ത് വെള്ളം കയറാനും ഒക്കെ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് അഴിച്ച് സർവീസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോകുന്ന അവസരത്തിൽ ബ്രേക്ക് ഇല്ലാതെ നിൽക്കും. ഇതുപോലെ തന്നെ സ്റ്റക്കായിട്ട് ബ്രേക്ക് ഇല്ലാതെ നിന്നിട്ട്
പിന്നെ അപകടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്ററിൽ 4 വീലും ബ്രേക്ക് അഴിച്ചിട്ട് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തിടുക. അപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും ചെറിയ ലീക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീൽ സിലിണ്ടറിന്റെ അവിടെ ലീക്ക് ലൈൻ്റെ തീരാറായിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കത് മാറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്രേക്ക് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു വണ്ടിയായാലും ബ്രേക്കിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും ഒന്നാമത് ഇതിനകത്ത് ഫ്ലൂയിഡ് കുറവാണ്. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പെഡൽ അങ്ങോട്ട് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ബ്രേക്ക് കിട്ടത്തില്ല. അപ്പോൾ ആക്സിഡന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒമിനിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വണ്ടി മറിയാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഉള്ളത്. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ ബ്രേക്ക് പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.